ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമായ അവിയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനിതാ കഷ്ണങ്ങളൊക്കെ ഇവിടെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കയ്പ്പയ്ക്ക, മുരിങ്ങയ്ക്ക, ബീൻസ്, വെള്ളരി, മത്തൻ, പയറ്, ക്യാരറ്റ്, ചേന, ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒന്നുകൂടി ഉണ്ട്, നമ്മുടെ പച്ചക്കായ കറയെല്ലാം പോവാനായിട്ട് വേറൊരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണിത്. അങ്ങനെ ഇത്രയും ഐറ്റംസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേ വലുപ്പത്തിൽ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അത് കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കാനുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കഴുകി എടുത്തിട്ടുള്ള പച്ചക്കറികൾ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം വാരാനായിട്ട്. അതെടുത്ത് നമ്മുടെ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലാണ് ഞാനിത് വേവിക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മൂടി വെച്ചിട്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിച്ചു പോകും. പിന്നെ അതുമാത്രമല്ല, നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുള്ളത്. ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. നമ്മുടെ പച്ചക്കറിയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. കണ്ടില്ലേ, ഇതിലൊക്കെ ഇഷ്ടം പോലെ വെള്ളമായിട്ടുണ്ട്. 2 പ്രാവശ്യം മൂടി വെച്ച് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പച്ചക്കറികൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി പച്ചക്കറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ 2 പ്രാവശ്യം തുറന്നു നോക്കി, 3ാമത്തെ പ്രാവശ്യം തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ നല്ല രീതിക്ക് തന്നെ വറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു 500 മില്ലി തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് അവിയലിനാണെങ്കിലും പച്ചടിക്കാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല പുളി വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു തൈരും പാക്കറ്റ് മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം വറ്റിച്ചെടുത്ത പോലെ തന്നെ ഈ തൈരും നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ ഇളക്കുമ്പോൾ നമ്മൾ പച്ചക്കറിയുടെ അടിഭാഗത്ത് കൂടെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മേലെ കൂടെ ഇളക്കുമ്പം വല്ലാതെ ഉടഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ തൈര് ഒഴിച്ചതിന് ശേഷം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൈരൊക്കെ ഒന്ന് മെൽറ്റായി കുറച്ചുകൂടി ഒന്ന് വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ നാളികേരം ചിരവിയിട്ടുണ്ടായിരുന്നു. 2.5 നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അതായത് 2 നാളികേരം മുഴുവനായിട്ടും പിന്നെ ഒരു നാളികേരത്തിൻ്റെ പകുതിയും, മൊത്തം 5 മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 5-6 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ, ഒരുപാട് അരയരുത്. വെള്ളമൊന്നും ചേർക്കണ്ട, ജസ്റ്റ് അത് രണ്ടും കൂടി ഒന്ന് ചതച്ചെടുക്കുക. ചതച്ചെടുത്തപ്പം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തൈരൊക്കെ നല്ല രീതിക്ക് വറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് ചതച്ചെടുത്ത സെയിം സാധനം അതുപോലെ തന്നെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ചില ആൾക്കാർ ഇതിൽ ജീരകം കൂടി കൂട്ടി ചതയ്ക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. ജീരകം ചേർത്ത ആ അവിയലിനോട് എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളാരും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചേർക്കാറില്ല. ഞങ്ങൾ കാറ്ററിങ്ങിന് ഉണ്ടാക്കുമ്പോഴും ജീരകം ചേർക്കാറില്ല. പിന്നെ കാറ്ററിങ്ങിന് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിതിൽ ഈ കഷ്ണം വേവിക്കുന്നത് തന്നെ തൈരിലാണ് കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതിരിക്കാനാണ്. അത് നമ്മളിങ്ങനെ കൈയേറ്റ് ഇങ്ങനെ എടുത്തിടുന്ന സമയത്ത് ഇങ്ങനെ ഉതിർന്ന് വീഴണം. ആ ഒരു പരുവത്തിലാണ് കാറ്ററിങ്ങിൻ്റെ അവിയൽ ഉണ്ടാവുക. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. എനിക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള അവിയലിനോടാണ് ഒന്നും കൂടി താല്പര്യം. അങ്ങനെ നാളികേരം ചതച്ചിട്ടതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളതിലേക്ക് വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുക്കുകയാണ്. നല്ല പച്ച വെളിച്ചെണ്ണയുടെയും നാടൻ കറിവേപ്പിലയുടെയും ഒക്കെ ഒരു മണം ഉണ്ടല്ലോ, അത് ഈ ഒരു അവിയലിന് പ്രത്യേക മണം തരും കേട്ടോ. പ്രത്യേക മണവും പ്രത്യേക ടേസ്റ്റും ഒക്കെ തരും. നമ്മൾ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും തൂവി കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ അറിയാം അതിൻ്റെ ഒരു മണം. ആഹാ, അന്തസ്സാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.